ഐസക് ന്യൂട്ടൺ അദ്ദേഹം ഒരു ആപ്പിൾ മരത്തിന് ചൂട്ടിരുന്ന് വിശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഒരു ആപ്പിള് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീണു. അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ ആപ്പിള് താഴേക്ക് വീണത്? എന്തുകൊണ്ട് ഈ ആപ്പിള് മേളിലോട്ട് പോയില്ല? അദ്ദേഹം ചിന്തിച്ചു, ഒരുപാട് ചിന്തിച്ച് അവസാനം അദ്ദേഹം അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. ഉത്തരവൊക്കെ കണ്ടെത്തി തൻ്റെ ഭാര്യയെ ഈ കാര്യം അറിയിക്കണമല്ലോ. സന്തോഷത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ ഇതാ ഭാര്യ ഉമ്മറപ്പടിവാതിക്കൽ അദ്ദേഹത്തെയും കാത്ത് അങ്ങനെ നിൽക്കുകയാണ്. കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി സംഭവം അത്ര പന്തിയല്ല. കാരണം ഭാര്യയുടെ മുഖം ഇത്രയുണ്ട്, ഇങ്ങനെ ഇരിക്കുവാണ്. ഭാര്യ കലിപ്പിലാണ്, ദേഷ്യത്തിലാണ്. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഇന്ന് രാവിലെ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്നലെ പോയപ്പോഴും കുഴപ്പമില്ലായിരുന്നു, മിനിങ്ങാന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കഴിഞ്ഞ ആഴ്ച കുഴപ്പമൊന്നുമില്ലായിരുന്നു, കഴിഞ്ഞ മാസവും കുഴപ്പമില്ലായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ വലിയ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഇല്ല, പിന്നെ എന്താ ഇതിൻ്റെ കാര്യം? പിന്നെ ഇവള് ദേഷ്യപ്പെടാൻ കാരണം എന്നാ? അദ്ദേഹം ഒരുപാട് ആലോചിച്ചു. ഭൂഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് പോലും ആലോചിച്ച് കണ്ടെത്തിയ ആ മനുഷ്യന് തൻ്റെ ഭാര്യയുടെ ദേഷ്യത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത്രയുള്ള അവസ്ഥ. ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിലും പലരുടെയും ജീവിതമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഒന്നിവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം, വേറൊന്നും പറയാനല്ല, അനുഭവിച്ചോ. ഇത്രേ ഉള്ളൂ.